ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ പറഞ്ഞതേ SSLC പരീക്ഷ നിങ്ങളുടെ തൊട്ടരികിലെത്തിയിരിക്കുന്നു. IT പരീക്ഷ അതേ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ IT പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തിയറി ചോദ്യങ്ങളെക്കുറിച്ചിട്ടും പ്രാക്ടിക്കൽ ചോദ്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ ചില ടെൻഷൻസ് ഉണ്ട് എന്നറിയാം. ഒന്നും പേടിക്കേണ്ട. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ITയുടെ തിയറി വീഡിയോകളും പ്രാക്ടിക്കൽ വീഡിയോകളും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷയിലെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും പ്ലാൻസും ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാം ഈ ചാനൽ ഉണ്ടാവും. സോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്കെല്ലാം കറക്റ്റ് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ചോദ്യങ്ങളാണ്. യൂണിറ്റ് 5 നെറ്റ്വർക്കിംഗ്, യൂണിറ്റ് 7 ഇൻ്റർനെറ്റ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും അധികം തിയറി ചോദ്യങ്ങൾ വരാറുള്ളത്. കാരണം ഈ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ വരാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും തിയറി ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ ചോദിച്ച തിയറി ചോദ്യങ്ങൾ, എല്ലാ തിയറി ചോദ്യം, ഈ രണ്ട് യൂണിറ്റിൽ നിന്നും ചോദിച്ച എല്ലാ തിയറി ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് പഠിച്ചു വെക്കുക. കാരണം ഇതിൽ പലതും അല്ലെങ്കിൽ ഭൂരിപക്ഷവും അടുത്ത പരീക്ഷയിലും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ ഇത് അതേപോലെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ പോവുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത്. സ്ക്രീനിൽ കാണിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലും മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് ആ ചോദ്യം എങ്ങനെ വരും എന്നുകൂടി പറയുന്നുണ്ട്. സോ പൂർണ്ണമായിട്ടും കുട്ടികൾ വീഡിയോ കാണുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. What IP versions are currently used to assign IP addresses to computers on a network based on TCP/IP? നെറ്റ്വർക്കിംഗ് എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ മലയാളം TCP/IP ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഏത് IP വേർഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ് ആൻസർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന IP വേർഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is a technique used to secure online transactions like e-banking? E-banking പോലെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ കൂടുതൽ സുരക്ഷിതമാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് താഴെ കൊടുത്തതിൽ ഏതാണ് എന്നാണ്. നമുക്കറിയാം OTP ആണ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ OTP ആണ് ഇപ്പോൾ നമുക്കറിയാം ബാങ്കിലും ഒക്കെ, ബാങ്കിങ്ങും മറ്റും സമയത്തൊക്കെ അത് സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു 1 ടൈം പാസ്വേഡ് ഇടുന്നുണ്ട്. അത് OTP ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമെയിൽ സർവീസ് പ്രൊവൈഡർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാത്ത ആളേതാണെന്നാണ്. അതിൽ Gmail കൊടുത്തിട്ടുണ്ട്, Yahoo കൊടുത്തിട്ടുണ്ട്, Hotmail കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇതെല്ലാം ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ ഇമെയിൽ പ്രൊവൈഡ് ചെയ്യാത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് യൂട്യൂബാണ്. നോക്കൂ, www.youtube.com. ഇവിടെ നിങ്ങൾ Gmail, Yahoo, Hotmail എല്ലാം ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. മറ്റൊരു സിമ്പിൾ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സോഷ്യൽ മീഡിയ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സോഷ്യൽ മീഡിയ? 5 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് വ്യക്തമായിട്ട് പറയാം, വാട്സപ്പും ഫേസ്ബുക്കുമാണ് സോഷ്യൽ മീഡിയ. വിക്കിപീഡിയ എന്ന് പറയുന്നതോ ഗൂഗിൾ എന്ന് പറയുന്നതോ യൂട്യൂബ് എന്ന് പറയുന്നതോ ഒന്നും ഒരു സോഷ്യൽ മീഡിയ അല്ല. ഇതിൽ വാട്സപ്പും ഫേസ്ബുക്കുമാണ് ഒരു സമൂഹ മാധ്യമം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? SMBയും SSHുമാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. SMBയും SSHുമാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ഈസ് ആൻ ഇമേജ് റിലേറ്റഡ് ടു ആൻ ആക്ടിവിറ്റി ദ ടീച്ചർ ഡിഡ് വൈൽ ടീച്ചിങ് എ ടോപ്പിക് ഓൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് കുഡ് ടീച്ചർ ഹാവ് ടൈപ്ഡ് SSH 192.168.1.223? ഏതുമായി ബന്ധപ്പെട്ട്, എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു IP അഡ്രസ് ടൈപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്. ടു കോപ്പി ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ വിത്ത് ആൻ IP അഡ്രസ് 192.168.1.223. അതായത് ഈ IP അഡ്രസ്സുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് ഫയലുകൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമാൻഡ് ടീച്ചർ കൊടുത്തിരിക്കുന്നത്. SSH എന്നാരംഭിക്കുന്ന ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു ഫയൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, അടുത്തതായിട്ട്. ദ ഇമേജ് ഗിവൺ ഈസ് പാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഓൺ ദി കമ്പ്യൂട്ടർ. വാട്ട് ഈസ് DHCP മാർക്ക്ഡ് വിത്ത് ദി റെഡ് സർക്കിൾ? നോക്കൂ, ഈ ഒരു ചിത്രത്തിൽ ഈ വിൻഡോയിൽ DHCP
എന്ന് റെഡ് കളറിൽ റൗണ്ടായിട്ട് സർക്കിളായിട്ട് മാർക്ക് ചെയ്ത് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ടെക്നോളജി ദാറ്റ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് IP അഡ്രസ്. IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ടെക്നോളജിയാണ്. IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ടെക്നോളജിയാണ് DHCP. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ? താഴെ കൊടുത്തിരിക്കുന്നതിൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ അല്ലാത്തത് ഏതെന്നാണ്. HTML ആണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ അല്ലാത്തത്. HTML നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്, വെബ് ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഉള്ളതാണ്. HTML ഒരു ലാംഗ്വേജ് ആണ്. TCP/IP, SSH, SMB ഇതൊക്കെ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. ഇതിൽ HTML മാത്രമാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ അല്ലാത്തത്. വിച്ച് ടൈപ്പ് ഓഫ് കേബിൾ ഈസ് ഷോൺ ഇൻ ദി ഇമേജ്? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. ഇതിൽ ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതേത് കേബിളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് UTP കേബിളാണ്. UTP കേബിളാണ്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന UTP കേബിളാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ കമാൻഡ് യൂസ് ടു ഫൈൻഡ് ദി IP അഡ്രസ് ഓഫ് ദി വെബ്സൈറ്റ് google.com? ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഗൂഗിളിൻ്റെ www.google.com എന്ന വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള കമാൻഡ് ഏത് എന്നാണ് ചോദ്യം. ഹോസ്റ്റ് സ്പേസ് www.google.com എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള കമാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇതിൽ മറ്റു പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല, ഒരു വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഹോസ്റ്റ് www.google.com എന്ന IP അഡ്രസ്സാണ് എന്ന കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് മറ്റൊരു രീതിയിലാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് താഴെ കൊടുത്തതിൽ ഏതാണ്? എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എ ഹോസ്പിറ്റൽ. വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എ ബാങ്ക്, നെറ്റ്വർക്ക് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ദാറ്റ് ഹാവ് ആക്സസ് ടു ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക് ബിറ്റ്വീൻ സെർവർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇതൊന്നുമല്ല, ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെയോ കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലാവാം, ഗവൺമെൻറ് ഓഫീസാവാം, സ്കൂളാവാം, ഇവിടെയുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ LAN എന്നാണ് വിളിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം എന്താണ്? എ നെറ്റ്വർക്ക് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അടുത്തത്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ആൻ IP അഡ്രസ് പ്രൊവൈഡഡ് ആസ് പെർ IP വേർഷൻ 6? IP വേർഷൻ 6 പ്രകാരം പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു IP അഡ്രസ്സിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. 128 ബിറ്റാണ് IP വേർഷൻ 6 പ്രകാരം അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു IP അഡ്രസ്സിൻ്റെ സൈസ്. ഓക്കെ, ഇനി താഴെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ ഇൻ്റർനെറ്റ് ഫ്രം ദി ഫോളോയിങ്. ഇൻ്റർനെറ്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇമെയിൽ, ബാങ്കിങ് വേരിയസ് ഇൻ്റർനെറ്റ് സർവീസ്. ഇമെയിലും ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് സർവീസുകളാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2, നോ വൺ ക്യാൻ ചെക്ക് ഇറ്റ്സ് കണ്ടൻസ്. ആർക്കും ഇതിൻ്റെ കണ്ടൻറ്റ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ്, ആർക്കും ചെക്ക് ചെയ്യാം. ഓൾ ദ ഇൻഫർമേഷൻ ഫ്രം ദി ഇൻ്റർനെറ്റ് ഈസ് കറക്റ്റ്. ഇൻ്റർനെറ്റ് കാണുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണ്. അത് ശരിയാണോ? അല്ല, പലതും തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എനിവേ, ഒഫൻസസ് കമ്മിറ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ആർ പണിഷബിൾ. ഇൻ്റർനെറ്റിൽ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം ശിക്ഷ ഉണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ശിക്ഷാർഹമാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് എടുക്കാം. ഇമെയിൽ, ബാങ്കിങ് എന്നിവ ഇൻ്റർനെറ്റ് സർവീസിൻ്റെ ഭാഗമാണ് എന്നുള്ളതും ഒഫൻസസ് കമ്മിറ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ് പണിഷബിൾ എന്നുള്ളതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ കാണുന്ന ചോദ്യം നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുള്ളതാണ്, അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും 2 ബെനിഫിറ്റ്സ് മാർക്ക് ചെയ്യാനാണ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫയൽസ് ഓൺ വൺ കമ്പ്യൂട്ടർ ക്യാൻ ബി ഓപ്പൺ ഓൺ അതർ കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദി നെറ്റ്വർക്ക്. നമുക്ക് ഒരു നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലെ ഫയലുകൾ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഒരു ഗുണം. മറ്റൊരു ഗുണം നമുക്കവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റിംഗ് ക്യാൻ ബി ഡൺ ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് പ്രിൻ്റർ അറ്റാച്ച് ടു വൺ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രിൻ്ററിലേക്ക് നമുക്ക് ആ നെറ്റ്വർക്കിലുള്ള ഏത് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് ചെയ്യാം എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. അതായത് ഒരു ഓഫീസിൽ ഒറ്റ പ്രിൻ്റർ മതി, ഏത് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് ചെയ്യാം. ഇത് 2 പ്രത്യേകതകളാണ്. ഓക്കെ,
മറ്റൊന്ന് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു WWW ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനാണ്. ദ ഡെവലപ്പർ ഓഫ് WWW ഈസ് ടിം ബേണേഴ്സ്-ലീ. ഈ WWW വേൾഡ് വൈഡ് വെബ് ഇതിൻ്റെ ഡെവലപ്പർ ടിം ബേണേഴ്സ്-ലീ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതൊരു വൺ വേർഡ് ചോദ്യമാണ്. ഓക്കെ, WWW വർക്ക്സ് യൂസിങ് ദ HTTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. WWW എന്ന സംവിധാനം യൂസ് ചെയ്യുന്നത് HTTP എന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇതും ഒരു പക്ഷേ ചോദ്യമായി മറ്റു രീതിയിൽ വന്നേക്കാം. ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് പ്രോട്ടോക്കോൾ ഏത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് WWW എന്നുള്ളത്, അതിന് HTTP എന്നാണ് മറുപടി. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വിൻഡോ കാണാം. ഈ വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിൻഡോ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കൃത്യമായ ആൻസർ താഴെ കൊടുത്തിരിക്കുന്നു. ഈ വിൻഡോ നിങ്ങൾക്ക് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്തൊക്കെ ഈ ഒരു വിൻഡോ, ഇതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഇനേബിളിംഗ് പ്രിൻറ്റിംഗ് ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലെ മറ്റ് കമ്പ്യൂട്ടറുകളിൽ നിന്നും പ്രിൻറ്റിംഗ് ഇനേബിൾ ആക്കാനുള്ള വിൻഡോ ആണ് ഇത്. ഓക്കെ, തൊട്ട് താഴെ മറ്റൊരു ചോദ്യമുണ്ട്. ഇതേപോലെ ഇതാ മറ്റൊരു വിൻഡോ കാണിച്ചിരിക്കുന്നു. നോക്കൂ, ദ ഇമേജ് ഷോസ് ദ കണക്ഷൻ ഇൻഫർമേഷൻ വിച്ച് ഈസ് ഡിസ്പ്ലേഡ് ബൈ ക്ലിക്കിംഗ് ഓൺ NM applet പ്രൊവൈഡഡ് ഇൻ ദി പാനൽ ഓഫ് എ കമ്പ്യൂട്ടർ. വിച്ച് നമ്പർ എമംഗ് ദ വൺസ് ഗിവൺ ക്യാൻ ബി ഇൻ ദി പൊസിഷൻ വെർ ദ റെഡ് സ്കോർ ഇസ് ഡ്രോൺ. ഇവിടെ ഒരു IP അഡ്രസ്സ് നമ്മൾ IP വേർഷൻ 4 ഒരു IP അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. താഴെ കൊടുത്തതിൽ ഏതായിരിക്കും അതിന് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ നമുക്കറിയാം, 192.268.11.25. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡിഫറൻഷിയേറ്റ്സ് എ നെറ്റ്വർക്ക് സ്വിച്ച് ഫ്രം എ ഹബ്. ഹബിൽ നിന്നും ഒരു നെറ്റ്വർക്ക് സ്വിച്ചിനുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഹബും നെറ്റ്വർക്ക് സ്വിച്ചും രണ്ടാണ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഇൻഫർമേഷൻ ഫ്രം വൺ കമ്പ്യൂട്ടർ ഈസ് സെൻഡ് ഓൺലി ടു ദ കമ്പ്യൂട്ടർ ടു വിച്ച് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ്. അതായത് നെറ്റ്വർക്ക് സ്വിച്ചിൻ്റെ പ്രത്യേകത, ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് മാത്രമേ പോകൂ എന്നുള്ളതാണ് നെറ്റ്വർക്ക് സ്വിച്ചിൻ്റെ പ്രത്യേകത. ഹബ്ബ് അങ്ങനെയല്ല, എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൊടുക്കും. നെറ്റ്വർക്ക് സ്വിച്ച് ആണെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുന്നത് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ നമ്മൾ ഒരു ഫയൽ അയക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം പോകുവാനുള്ള ഒരു സംവിധാനമാണ് ഈ കൊടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് സ്വിച്ച്. ഈ ചാപ്റ്ററിൽ നിന്നും വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ മോഡൽ പരീക്ഷ ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത്. എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. സോ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.